വീണ ജോർജ് മന്ത്രിയുടെ ഈ കയ്യിൽ കാണുന്ന മുറിവ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. റെയിൽവേയിൽ നടന്ന പ്രതിഷേധത്തിന് മുമ്പ് ആണ് ഈ കയ്യിൽ ഈ മുറിവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് അതിനെ കള്ളം പ്രചരിപ്പിക്കുന്ന LDFും മാധ്യമങ്ങളും. എന്താ അല്ലേ? 10 വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. വൈകുന്നേരം 3:11 KSU പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തുന്നു. പോലീസ് അവരെ തടയുന്നു. വൈകുന്നേരം 3:12 മന്ത്രി KSU പ്രവർത്തകരോട് ആക്രോശിക്കുന്നു. പോലീസ് മന്ത്രിയെ തടയുന്നു. വൈകുന്നേരം 3:15 മന്ത്രി ചിരിച്ചുകൊണ്ട് 3ാം പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുന്നു. പിറകെ ചെല്ലുന്ന മാധ്യമ പ്രവർത്തകരോട് ദേഷ്യപ്പെടുന്നു. അവർ തിരിച്ചു പോകുന്നു. വൈകുന്നേരം 3:19 വീണ ഷംസീറിനെ കാണുന്നു. വൈകുന്നേരം 3:20 ഷംസീർ വീണയ്ക്ക് പരിക്കുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നു. വൈകുന്നേരം 3:21 മുഖ്യമന്ത്രി വീണയുമായി ഫോണിൽ സംസാരിക്കുന്നു. വൈകുന്നേരം 3:45 കഴുത്തുളുക്കിയ വീണയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. വൈകുന്നേരം 3:48 ICUലേക്ക് മാറ്റുന്നു. വൈകുന്നേരം 4 മണി CPM നേതാക്കൾ സംസ്ഥാന വ്യാപകമായി ആക്രമണങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നു. വൈകുന്നേരം 4:15 മുഖ്യമന്ത്രി വീണയെ സന്ദർശിക്കുന്നു. രാത്രി കോൺഗ്രസ് ഓഫീസുകൾ തകർക്കപ്പെടുന്നു. പുതുയുഗ യാത്ര ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നു. മികച്ച തിരക്കഥ, നല്ല അഭിനയം. കേരളത്തിന് പുതിയൊരു അഭിനേത്രി കൂടി. മന്ത്രിയെ ആക്രമിക്കുന്ന കേരളത്തിൽ ഒരു ആക്രമണം അഴിച്ചുവിടുന്നതിന് വേണ്ടി ഇലക്ഷൻ മാറ്റിവെക്കുന്നതിന് വേണ്ടി ഒരു ആക്രമണം കേരളത്തിൽ അഴിച്ചുവിടുവാനാണ് LDF ശ്രമിച്ചത് എന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തിനും വരുന്നത് ബോംബേർ വരെ ഇവിടെ എന്തെല്ലാം ആക്രമണമായിരുന്നു സാധാരണ ജനങ്ങൾക്കും അത് നിമിത്തം എന്തെല്ലാം ദുരിതം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെ ഒന്നും നമ്മൾ പിന്താങ്ങരുത്. തെറ്റിനെതിരെ സംസാരിക്കുക, എതിർക്കുക. അതാണ് നമ്മുടെ ചിന്താഗതി ആയിരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം നെടുമങ്ങാട്.